യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുക. ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിനോട് പറയണം, യേശുവേ നിന്റെ തിരു രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുക. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 13-14 തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 13-14 തിരുവചനം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെ രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എന്നാൽ 14-ാം വചനം ശ്രദ്ധിച്ചോളൂ. ചാപ്റ്റർ 3 വേഴ്സ് 14. എന്നാൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. പറഞ്ഞേ, യേശുവിന്റെ രക്തം. പറഞ്ഞേ, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്നെ സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫസ്റ്റ് പീറ്റർ, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 തിരുവചനം ഒന്ന് വായിച്ചേ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 18 and 19. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത വചനം ശ്രദ്ധിച്ചോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? യേശുവിന്റെ രക്തത്താൽ. യേശുവിന്റെ രക്തത്താൽ സൗഖ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടം പോലെ സങ്കടങ്ങളും ഭാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്താ ചെയ്യേണ്ടെന്നറിയോ? ഓരോ സംഭവത്തെയും ഉള്ളിൻ്റെ ഉള്ളിൽ സമർപ്പിക്കണം. യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഓ ജീസസ്, വാഷ് മീ വിത്ത് യുവർ പ്രഷ്യസ് ബ്ലഡ്. യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക. വലതുകരം ഉയർത്തി പറഞ്ഞേ, യേശുവേ, യേശുവേ, കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.